അനുമോൾ ആൻഡ് രേണു സുധി. ഇപ്പോൾ ഈ രണ്ട് പേരുകളാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ബിഗ് ബോസിനകത്ത് വന്നാൽ ഏറ്റവും നല്ലതാണ്, അതാണ് ഏറ്റവും നല്ല കോണ്ടന്റ് വരാൻ പോകുന്നത് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഈ പറയുന്ന കൂട്ടത്തിലുള്ള കുറച്ച് പേരുകളുണ്ട് ഒട്ടും ബിഗ് ബോസ് സീസൺ 7 വരാൻ ചാൻസ് ഇല്ലാത്തത്. സീരിയൽ ഗ്രാൻഡ്മയെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാൻഡ്മയെ സബ്സ്ക്രൈബ് ചെയ്തോ. ഗ്രാൻഡ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളില്ല. അപ്പോൾ രേണു സുധിയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. രേണു സുധി ബിഗ് ബോസിലേക്ക് വരണമെങ്കിൽ അതിന് അവർക്ക് തക്കതായ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം. ഏറ്റവും കൂടുതലും നെഗറ്റീവ് റിവ്യൂസും ഏറ്റവും കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഹൈപ്പും കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. ഡയറക്റ്റ് എൻട്രി ആയിരിക്കത്തില്ല, ഒരു വൈൽഡ് കാർഡ് എൻട്രി വഴി മിക്കവാറും കയറാനുള്ള സാധ്യതയുണ്ട്. രേണു സുധി ശരിക്കും സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസിൽ നടത്തുന്നതിലും വലിയ ഒരു പ്ലേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോരുത്തരുടെയും സർവൈവൽ എന്ന് പറയാം, അതേപോലത്തെ ഒരു അതിജീവനമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ബിഗ് ബോസിലും ആകാം, കുഴപ്പമൊന്നുമില്ല. ബിഗ് ബോസിലും രേണു സുധിക്ക് വരാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഡയറക്ട്ലി അങ്ങനെ ബിഗ് ബോസ് കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അനുമോളിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രേണു സുധിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാകത്തിനൊരു വ്യക്തിയോ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതൊരിക്കലും അനുമോൾ ആകില്ല എന്ന് എനിക്ക് പറയാം. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അനുമോൾ ശരിക്കും ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ രേണു സുധിക്ക് മത്സരിക്കാൻ പാകത്തിന് അനുമോൾ വരുന്നില്ല എങ്കിൽ പിന്നെ ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 7 രേണു സുധിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത? അത് വേറെ ആരുമല്ല, അത് ലക്ഷ്മി നക്ഷത്രയാകാനാണ് സാധ്യത. നമ്മൾ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് കഴിഞ്ഞ സീസണിലും ഒക്കെ ഒരുപാട് ഗോസിപ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പ്രഡിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ബിഗ് ബോസ് ഒരു നല്ല ചോയ്സ് ആണ്. അങ്ങനെ കയറാനാണെങ്കിൽ, അതായത് ഇപ്പോൾ അധികം പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിസിബിൾ അല്ലാത്തത് കൊണ്ട് എല്ലാവരും പറയുന്നത്. സോ ലക്ഷ്മി നക്ഷത്രയാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന രേണു സുധിയുമായിട്ടൊരു നല്ല ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ രേണു സുധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും. കാരണം ഡയറക്ട്ലി അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രഡിക്ഷൻസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ രേണു സുധി ഇല്ലെന്നാണ് ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നക്ഷത്ര ആദ്യം തന്നെ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മൈത്രയനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഒരു പേര്. പക്ഷേ മൈത്രയന്റെ ഒരു ഭയങ്കര ഫോർവേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി വെച്ചിട്ട് മൈത്രയൻ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് സമയം കളയണ്ട, കാരണം അത് വെറും ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പിന്നെ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം, വേടനും ഒട്ടും വരാൻ ചാൻസ് ഇല്ല. കാരണം വേടനെയൊക്കെ എന്തിനാണോ എന്തോ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിനകത്ത് എടുത്തിടുന്നത്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാരുടെ ആഗ്രഹമായിരിക്കാം. വേടനെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ടുള്ള, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ ബിഗ് ബോസിനെയും സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നതായിരിക്കാം. അല്ലാതെ വേടനൊന്നും വരാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ ചാൻസ് ഉള്ള എന്നാൽ ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റാത്ത രണ്ട് പേരെന്ന് പറയുന്നത് അലൻ ജോസ് പെരേര ആൻഡ് ആറാട്ടണ്ണൻ. ഈ രണ്ട് വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ നല്ല കോണ്ടന്റ് ഓണേഴ്സ് ആണ്, അവർ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. പക്ഷേ അവരെ ബിഗ് ബോസ് ക്ഷണിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഈ രണ്ട് വ്യക്തികളും ഓൾമോസ്റ്റ് അവർക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാ അടവുകളും ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും സമൂഹത്തിലും എല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ബിഗ് ബോസിൽ പോയിട്ട് എന്ത് കാണിക്കാനാണ്? അവർക്ക് ഇനി TRP കിട്ടുമോ? ഇപ്പം ഏഷ്യാനെറ്റും ബിഗ് ബോസും ഒക്കെ റീച്ച് അനുസരിച്ചാണ് സത്യത്തെ ഓരോരുത്തരെയൊക്കെ ക്ഷണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കാൻ രേണു സുധിയിൽ ഞാൻ എക്സ്പെക്ടേഷൻ കൊടുത്തത് അതുകൊണ്ടാണ്. അവൾ ഈ പറഞ്ഞ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയും ഒക്കെ ചാൻസ് വളരെ ലീസ്റ്റ് ആണ്. പിന്നെ ചാൻസ് പറയുന്ന അല്ലെങ്കിൽ ഞാനും കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് സോഷ്യൽ മീഡിയ വൈറൽ വ്യക്തികളുണ്ട്. ഒന്ന് നമ്മുടെ നാഗചേച്ചിയാണ്. ശരിക്കും പറഞ്ഞാൽ നാഗചേച്ചി മാത്രമല്ല കേട്ടോ, ഒരാളുടെ പേരൂടെ പറഞ്ഞിട്ട് ഞാൻ കോമൺ ആയിട്ട് പറയാം. നാഗചേച്ചിയും അഞ്ജിത നായറിനെയും നാഗചേച്ചിയും നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് അവരുടെ കോണ്ടന്റ് ഒക്കെ ഇങ്ങനെയാണ്, അവരൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഫേമസ് ആയതാണ്. അപ്പോൾ അവർക്കൊരു റിയൽ ഫേസ് ഉണ്ടാവില്ലേ? അവർക്ക് രണ്ടുപേർക്കും മറ്റൊരു സ്വഭാവം, മറ്റൊരു ചിന്താഗതി ഉണ്ടാകില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നാഗചേച്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ അഞ്ജിത നായർ ആയിക്കോട്ടെ, അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മലയാളികളുടെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പൊതുസമൂഹത്തിൻ്റെയും ഒളിഞ്ഞു നോട്ടത്തിൻ്റെ
ഒരു റിസൾട്ടാണ് അവരുടെ ഹൈപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇമോഷണൽ ടൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് സെൽഫ് ബ്രാൻഡിങ് ആണ് അവർ നടത്തുന്നത്. ആ സെൽഫ് ബ്രാൻഡിങ് ഒരിക്കലും നെഗറ്റീവ് ആണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം അവരുടെ അഭിനയമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ അവർ കാണിക്കുന്നതൊന്നും അവർ റിയൽ അല്ല. അവര് ഒരു പ്രോഗ്രാം നടത്തുന്നു, അതേ ഉള്ളൂ, കോണ്ടന്റ് ക്രിയേഷൻ. സോ അവര് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ട് എന്താണ് ഈ രണ്ട് വ്യക്തികൾക്ക് പറയാനുള്ളത് എന്നത് നല്ലൊരു കോണ്ടന്റ് ആയിരിക്കും. സോ അവര് എക്സ്പെക്റ്റ് ചെയ്യാം, പക്ഷേ ലീസ്റ്റ് ചാൻസ് ആണ്. എന്നാൽ നമുക്ക് താല്പര്യമുണ്ട്, അവരെ ഇങ്ങനെ കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ അങ്ങനെ പറയുന്നത് നല്ലതാണ്. കാരണം ബിഗ് ബോസിൽ ഇനിയും ആൾക്കാരെ കയറാനിരിക്കുകയാണ്. വൈൽഡ് കാർഡ് എൻട്രി കൺഫേംഡ് ആയിട്ട് വരുന്നത് ഈ ബിഗ് ബോസിന്റെ മുന്നോട്ടുള്ള രീതി അനുസരിച്ചാണ്. TRP കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് പകുതിക്ക് വെച്ചിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന ചർച്ചകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. ഇതൊന്നും പോരാത്തതിന് വളരെയധികം ചറപറാന്ന് ബിഗ് ബോസ് സീസൺ 7ലേക്കുള്ള പ്രഡിക്ഷൻസിൽ കുറേ അധികം പേരുകൾ വന്നിട്ടുണ്ട്. അതിൽ അനുമോൾ, രേണു സുധിയൊക്കെ വളരെയധികം ലീസ്റ്റ് ചാൻസ് ആണ്. അതിൽ രേണു സുധി വൈൽഡ് കാർഡ് ആയിരിക്കാം. അനുമോൾ ഒരിക്കലും ഉണ്ടാകില്ല, ജാസി ഉണ്ടാകില്ല, മൈത്രേയൻ ഉണ്ടാകില്ല. പിന്നെ അതുപോലെ തന്നെ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട്, ചാൻസ് കുറവാണ്. വേടൻ ഉണ്ടാകത്തേയില്ല. ബിജു സോപാനം ഉണ്ട്, ഉറപ്പായിട്ടുള്ള ഒരു ലിസ്റ്റിലാണ്, കൺഫേംഡ് ലിസ്റ്റിലാണ് ബിജു സോപാനം ഉള്ളത്. പിന്നെ നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള മറ്റു കുറച്ചു പേരെ നോക്കുകയാണെങ്കിൽ അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലുള്ളത് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്രസൻസും ഉണ്ട്, ഒരു ആക്ടറും കൂടിയാണ്. പിന്നെ അതുപോലെ ഒരു അരുണിമ സുനിൽകുമാർ ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്ളോഗറാണ്. ദെൻ സീമാജി നായർ, എല്ലാ സീസണിലും കേൾക്കുന്ന പേരാണ് സീമാജി നായർ, പക്ഷെ ഈ സീസണിൽ കൺഫേംഡ് ആണ്. പിന്നെ ബിജു സോപാനം ഓൾറെഡി പറഞ്ഞ പോലെ അദ്ദേഹവും കൺഫേംഡ് ആണ്. ദെൻ വിൻസി അലോഷ്യസ് ആണ് ഈ ഒരു സീസണിൽ ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ട് ബിഗ് ബോസ് സീസൺ 7ലേക്ക് കയറാൻ പോകുന്നത്. സോ നിങ്ങൾ എന്തായാലും ശരി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സുകൾ എന്തായാലും പറയുക. അപ്പൊ എന്തായാലും ശരി ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഏതാണ്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഏതാണ് എന്നുള്ളത് എന്തായാലും ശരി ഇവര് ശ്രദ്ധിക്കും. നമുക്ക് നോക്കാം എത്ര ലൈക്സ് വരുന്നുണ്ട്, എത്ര സപ്പോർട്ട് വരുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ സ്റ്റേ ട്യൂൺ, നെക്സ്റ്റ് വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. ഓക്കെ.